ഇനി വോട്ടിന്റെ കഥയാണ്. മൊറാർജി ദേശായിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളാണ് ഇന്ന് വോട്ടിന്റെ കഥയിൽ. 1969 ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. വോട്ടിന്റെ കഥയിൽ മീഡിയ 1 കോർഡിനേറ്റിംഗ് എഡിറ്റർ PT നാസർ ചേരും. 1967 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും മൊറാർജി ദേശായി അടങ്ങിയിരുന്നില്ല. പ്രധാനമന്ത്രിയാകാനുള്ള മോഹം അദ്ദേഹത്തെ വീണ്ടും ക്ഷുഭിതനാക്കി. ഇത്തവണയും കാമരാജ് ഇടപെട്ടു. മൊറാർജിയെ ഉപപ്രധാനമന്ത്രിയാക്കി. നേരത്തെ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് നൽകി. എന്നിട്ടും കാറും കോളും അടങ്ങിയില്ല. മൊറാർജിയുടെ ഗ്രൂപ്പും ഇന്ദിരയുടെ ഗ്രൂപ്പും മോരും മുതിരയും പോലെ വേറിട്ട് കിടന്നു. കർണാടകയിൽ നിന്നുള്ള S. നിജലിംഗപ്പയാണ് പാർട്ടി പ്രസിഡന്റ്. അതിനിടയിൽ ബഹുമുഖ പ്രതിഭയായ PN ഹക്സർ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. അതോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് പൊടുന്നനെ ഒരു സോഷ്യലിസ്റ്റ് പ്രതിച്ഛായ കൈവന്നു. കോൺഗ്രസിലെ യുവ തുർക്കികൾ ആ സോഷ്യലിസത്തിൻ്റെ മുന്നണി പോരാളികളായി. പിൽക്കാലത്ത് ജനതാ പാർട്ടി നേതാവായി വന്ന S. ചന്ദ്രശേഖറൊക്കെയാണ് യുവ തുർക്കികൾ. അവർ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് മൊറാർജിയെ ആക്രമിച്ചു. പ്രസംഗങ്ങളിലൊക്കെ ഇന്ദിരാഗാന്ധി സോഷ്യലിസത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ വ്യവസായികളെയും വ്യാപാരികളെയും കടന്നാക്രമിച്ചു. 2 സോഷ്യലിസ്റ്റ് പദ്ധതികൾ പൊടുന്നനെ പ്രഖ്യാപിച്ചു. ബാങ്കുകൾ ദേശസാൽക്കരിക്കുമെന്നും മഹാരാജാക്കന്മാർക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കുമെന്നും. രണ്ടിനെയും മൊറാർജി ദേശായിയും സംഘവും എതിർത്തു. അങ്ങനെയിരിക്കെ 1969 ജനുവരിയിൽ ബാംഗ്ലൂരിൽ വെച്ച് AICC സമ്മേളനം ചേർന്നു. വൻകിട ബാങ്കുകൾ ദേശസാൽക്കരിക്കാൻ പോവുകയാണെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷം മൊറാർജിയിൽ നിന്ന് ധനകാര്യ വകുപ്പ് എടുത്തു മാറ്റിയിട്ടാണ് ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയത്. ഇതിനിടയിൽ രാഷ്ട്രപതി ഡോക്ടർ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പായി പിന്നീട് യുദ്ധമുഖം. കോൺഗ്രസ് പാർട്ടി നീലം സജീവ് റെഡ്ഡിയെ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി VV ഗിരിയെ മുന്നോട്ട് വെച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി K. സുബ്ബറാവുവിനെയാണ് പ്രതിപക്ഷം നിർത്തിയിരുന്നത്. സജീവ് റെഡ്ഡിയെ അനുകൂലിച്ച് പരസ്യ പ്രസ്താവന നടത്താൻ കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അവരാകട്ടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അതോടെ വടംവലി മൂർച്ഛിച്ചു. 1969 നവംബർ 12 ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. തൊട്ടടുത്ത മാസം 1969 ഡിസംബറിൽ കോൺഗ്രസ് പിളർന്നു. അങ്ങനെ വോട്ടിൻ്റെ കഥ തുടരുകയാണ്.